Meet the editors. നമസ്കാരം. മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിന് സസ്പെൻഷൻ. സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നടപടിയെടുത്തത്. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടു. വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഡീനിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിച്ചു നിൽക്കുമ്പോഴായിരുന്നു ഗവർണറുടെ അത്യപൂർവ ഉത്തരവ്. ചാൻസലറുടെ അധികാരം ഉപയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും ഇടപെട്ടില്ലെന്നാണ് VC-ക്കെതിരെയുള്ള കുറ്റം. സംഭവത്തിൽ SFIയെയും ഗവർണർ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. That inside the university campus this kind of gruesome activity is going on and nobody from the university authorities come to know about it, then there is something fishy about it. That in every university SFI has converted one hostel into their headquarters. SFI and PFI are working together. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഗവർണർ ജഡ്ജിയെ ആവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. ജഡ്ജിയെ അനുവദിച്ചാൽ അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. For inquiry we are writing to the Honorable High Court to if they can spare the services of somebody. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഗവർണർ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അപ്രതീക്ഷിത നടപടിയിലേക്ക് ഗവർണർ പോയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഗവർണർ ആഞ്ഞടിച്ചോ എന്നതാണ് ചോദ്യം. നമ്മോടൊപ്പം സുജയ പാർവതി ചർച്ചയിൽ ഇരുട്ടിയിൽ നിന്നാണ് ചേരുന്നത്. ആദ്യം സുജയയിലേക്ക് പോകാൻ തോന്നുന്നു. സുജയ, ഗവർണർ ഇന്ന് ആഞ്ഞടിച്ചോ? ആഞ്ഞടിച്ചുവെന്ന നടപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ സ്മൃതി മാഡം. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ M.R. ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്ര അധികം നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് ആലോചിച്ചുറപ്പിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആഞ്ഞടിച്ചോ എന്നാണ് ചോദ്യമെങ്കിൽ ആഞ്ഞടിച്ചു എന്ന് തന്നെ പ്രാഥമികമായ മറുപടി പറയേണ്ട കാര്യമാണിതെന്ന് ഞാൻ കരുതുന്നു. ഈ JS സിദ്ധാർത്ഥൻ മരണം അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത വരണമല്ലോ. എങ്ങനെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത്? സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് സിദ്ധാർത്ഥനെ നയിച്ചത് ആരാണ്? അതിന് പിന്നിൽ ഉള്ള ആളുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സർവകലാശാലയിൽ നടന്ന കാര്യങ്ങൾ അതിൽ VC-യുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒന്നാമത്തേത് ഗവർണർ പറയുന്നത് VC ഈ വിഷയത്തിൽ വേണ്ടത്ര ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ഒരു കൃത്യതയോടുകൂടി ഇടപെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് VC-ക്കെതിരെ ഒരു അന്വേഷണം വേണം എന്ന് ഗവർണർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർ ഈ കുട്ടിയുടെ വീട്ടുകാരെ കണ്ട് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അവർ തങ്ങളുടെ ആവലാതികൾ ഗവർണറോട് സംസാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇത്രയും ഒരു നടപടിയിലേക്ക് കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രന് VC-യുടെ ചുമതല നൽകിയിരിക്കുകയും ആണ്. അപ്പോൾ ഹോസ്റ്റൽ മുറിയിൽ സിദ്ധാർത്ഥനെ തീർത്തതാണ് എന്ന് കുട്ടികളടക്കം ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടും അതിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലരും ഇപ്പോഴും അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് VC കൃത്യമായ നടപടി സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോൾ സ്വീകരിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം VC-ആണ് നൽകേണ്ടത്. മാത്രമല്ല ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന കാര്യം VC ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്ന് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങളിൽ കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് 2010 സെക്ഷൻ 9/9 അതനുസരിച്ച് വിശദമായ അന്വേഷണം വേണം. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഷൻ. അല്ലാതെ ഗവർണർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ചുവെന്ന് ഈ വിഷയത്തിൽ എന്തായാലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം. ഇനിയിപ്പോൾ ഈ അതിക്രമം തടയുന്നതിൽ എന്താണ് ഉണ്ടായ വീഴ്ച, അതിൽ VC-ക്ക് സംഭവിച്ച വീഴ്ച, അതേക്കുറിച്ച് കൂടി ഗവർണർ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ അത് ഇങ്ങനെയൊരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു സർവകലാശാലയിൽ നടക്കുമ്പോൾ അതേക്കുറിച്ച് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലിരുന്നു എന്നുള്ളതാണ് VC-യെക്കുറിച്ച് ഗവർണർ പ്രധാനമായും
പറഞ്ഞു വെക്കുന്നത്. അത് ഈ കുട്ടിയുടെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്കുമുള്ള അതേ ആക്ഷേപമാണ്. പല സംഭവങ്ങൾ നമുക്കറിയാം, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ക്രൂരമായ പല സംഭവങ്ങളും പല കോളേജുകളിലും ഹോസ്റ്റലുകളിലും കോളേജുകളിലെ ഇടിമുറികൾ അതേക്കുറിച്ചൊക്കെ പലപ്പോഴും വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾ നൽകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു, പിന്നീട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, മറ്റു കോളേജുകളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെ പൂക്കോട് നിന്ന് വരുന്നത്. അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായിരിക്കുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ VC അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സസ്പെൻഷൻ ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അന്വേഷണത്തിന് ഒരു ജഡ്ജിയുടെ സേവനം വേണമെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞത് സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണെന്നാണ്. അപ്പോൾ ഉറപ്പിച്ചു പറയുന്നു ഗവർണർ ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു, സിദ്ധാർത്ഥന് നീതി കിട്ടാൻ വേണ്ടിയാണ് താൻ നിൽക്കുന്നതെന്ന് ഗവർണർ ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ ഗവർണർ ഉറപ്പിച്ചു തന്നെയാണ്, ആ ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ശരി, എം. വി. നികേഷ് കുമാർ. അപ്പോൾ ഇന്നിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തല്ലോ. ഒന്ന്, VCയെ സസ്പെൻഡ് ചെയ്തു, രണ്ട്, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നറേറ്റീവ് SFI PFI സഖ്യമാണ് ക്യാമ്പസുകളിൽ എന്നുള്ളതാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നിഗമനമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഏതായാലും മുഴുവൻ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. VCയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡീനിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നടപടികളെല്ലാം അവനെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയവും കളിക്കാം. ഇതിൻ്റെ ഒരു വൈഡർ നറേറ്റീവ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഏതാണ്ട് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയ കളികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് SFI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. SFI തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. ക്യാമ്പസിലെ ഏകാധിപത്യ പ്രവണതയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ SFI പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകം സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോളേജുകളിലെ ഈ ഏകാധിപത്യ പ്രവണത വിദ്യാർത്ഥികളിൽ ഒരു അക്രമവാസന സൃഷ്ടിക്കുന്നത് എന്നുള്ളത് പഠിക്കാനും അത് വിലയിരുത്താനും അക്കാര്യത്തിൽ ഒരു ഒരു തിരുത്തൽ വരുത്താനും SFIയെ കൊണ്ട്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം SFIയുടെ നിയന്ത്രണം CPMൻ്റെ കയ്യിലാണല്ലോ. CPMന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 17 മുതൽ 24, 25 വയസ്സ് വരെയുള്ള കുട്ടികളാണ് സാധാരണഗതിയിൽ കോളേജുകളിലുള്ളത്. അവർക്ക് ഒരു ജനാധിപത്യ ബോധം കൊടുക്കുന്നതിന് പകരം ഒരു ഏകാധിപത്യ ബോധം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമ്പസുകളിൽ വലിയ തോതിൽ ലഹരി ഉപയോഗമുണ്ട്. അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രത്യാഘാതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ പലയിടങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞും അറിയാതെയും പല സംഭവങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പൂക്കോട് സർവകലാശാലയിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതലായി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ നന്നായി. കാരണം ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ SFI ആണ് കൂടുതൽ ക്യാമ്പസുകൾ നിയന്ത്രിക്കുന്നത്. KSUവും ABVPയും ഇത്തരം ക്യാമ്പസുകളിൽ നിയന്ത്രിക്കും. അപ്പോൾ അതാണൊരു കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതിനപ്പുറത്തേക്ക് ഇതൊരു CPM വിരുദ്ധത ഭ്രാന്തായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നൊരു വിഷയമായിട്ട് നമ്മളിതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ തന്നെയും SFI ക്രിമിനൽ എന്നിങ്ങനെ കുറേ കാലമായി പറഞ്ഞു നടക്കുന്ന ആളാണ്. അയാൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ചിന്തിക്കേണ്ട SFI PFI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സഖ്യമൊന്നും ഇന്നിപ്പോൾ കേരളത്തിലില്ല. ആ നറേറ്റീവിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുന്ന ഒരു വഴിയായി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്കാണ് ആ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഗവർണർ ആഞ്ഞടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരാഞ്ഞടിക്കലുമില്ല. ഗവർണറുടെ കയ്യിലുള്ള അധികാരം ഗവർണർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ VCക്ക് അക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എങ്കിൽ, ഡീനിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സമീപിച്ചൊരു ഒരു സിറ്റിംഗ് ജഡ്ജിയെ തന്നെ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ആ വിഷയത്തിലെ എല്ലാ തീർപ്പുകളും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഏതായാലും ഇതൊരു ഒരുപക്ഷെ കേരളം ലജ്ജിക്കേണ്ട ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഒരു വിശാലമായ താല്പര്യത്തിനപ്പുറത്തേക്ക്
ഇന്നത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അതിനകത്ത് വെറും ഒരു CPM വിരുദ്ധത മാത്രമാണുള്ളത്, വെറും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഞാൻ ഇന്ന് കണ്ടില്ല. ഗവർണർ ആഞ്ഞടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഗവർണർ ആഞ്ഞടിച്ചിട്ടുണ്ട്. സർക്കാരിനേക്കാൾ വേഗത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞത് നട്ടലുള്ള ഗവർണർ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഉറപ്പുകൾ പാലിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള വിശ്വാസമാണ് അവരെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം ഈ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫെബ്രുവരി 18 ഇന്നിപ്പോൾ മാർച്ച് 2 ആയിരിക്കുന്നു. കോളേജിൽ നിന്ന് എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യം അവിടെ ഉണ്ടാകുമ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നതെന്ന് പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഡിവൈഎസ്പി ആണ്, കൽപ്പറ്റ ഡിവൈഎസ്പി ആണ്. പക്ഷേ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ UGCയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ മാത്രമാണ് അവിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് അറിഞ്ഞത് എന്ന് ഡീൻ കൂടി ആയ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ MK നാരായണൻ പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമല്ല. ഈ മൃതദേഹം ശുചിമുറിയിൽ നിന്ന് അഴിച്ച് താഴേക്ക് മാറ്റുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലും ഡീൻ കൂടി ഉണ്ടായിരുന്നു സാക്ഷിയായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സിദ്ധാർത്ഥന് മർദ്ദനമേറ്റു എന്നുള്ളതും ഹോസ്റ്റലിൽ വിചാരണ നടന്നു എന്നുള്ളതും വസ്തുതയാണ്. നമ്മുടെ മുന്നിൽ ആ വാർത്ത എത്തിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ തടയുന്നതിൽ എന്ത് നടപടിയെടുത്തു, നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ഇത്രയും ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം വരുന്നു. ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആദ്യം 12, പിന്നെ 18, ഇപ്പോൾ 31 പേർ എന്ന് പറയുന്നു. ആ രൂപത്തിൽ ഈ എണ്ണം പറയുമ്പോഴും എന്ത് നടപടി ആ കാര്യത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ കോളേജുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായി എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഡീനെയും അസിസ്റ്റന്റ് വാർഡിനെയും പുറത്താക്കാൻ നിന്നപ്പോഴാണ് സസ്പെൻഷൻ ഉണ്ടായതെന്നാണ് ഇന്ന് VC പറഞ്ഞത്. അപ്പോൾ ഇത്ര ദിവസം വേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതിനും പരീക്ഷാ വിലക്ക് ഏർപ്പെടുത്തുന്നതിനും അപ്പുറം നടപടികളിലേക്ക് കടക്കാൻ കൂട്ടാക്കാതിന് സർക്കാരിനെ കടത്തിവെട്ടിക്കൊണ്ട് ഗവർണർ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു. ക്രിമിനലുകൾ എന്ന SFI പ്രവർത്തകരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അത് ആവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു നടപടിക്ക് ഗവർണർക്ക് ഇങ്ങനെ വേഗത്തിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിയത് സർക്കാർ തന്നെയാണ്. സർവകലാശാല ചട്ടം അനുസരിച്ചുള്ള നടപടികൾ സിദ്ധാർത്ഥന്റെ മരണശേഷം സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി ഇന്ന് ഗവർണർ പറയുന്നുണ്ട്. തന്നെ ഇത് അറിയിക്കേണ്ടിയിരുന്നു. യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചാൻസലർക്ക് നൽകിയത് ഇന്നലെ മാത്രമാണ് എന്നുകൂടി ഗവർണർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യങ്ങൾ വളരെ പതുക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചാടി വീണ് നടപടിയെടുത്തതിന് പിന്നിൽ വേറെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. നേരത്തെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങൾ കൂടിയുണ്ട്. VC തന്നെ പറഞ്ഞ പോലെ വിസ്തീർണം പോലും ചോദിക്കാതെ ഗവർണർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ആ വേഗത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ചാൻസലറുടെ ചിറകരിയാൻ കൊണ്ടുവന്ന ബില്ലുകൾ രാഷ്ട്രപതി ഫ്രീസറിൽ വെച്ചത് ഗവർണർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. പോലീസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. പോലീസ് നല്ല പോലീസാണ്, കേരളത്തിലെ പോലീസ് നല്ല അഭിപ്രായമാണ്. പക്ഷേ പോലീസിനെ നന്നായി അന്വേഷിക്കാൻ ഇവിടുത്തെ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് SFI കൂട്ടുകെട്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അത് പറയുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണർ ആഞ്ഞടിച്ചോ എന്ന ചോദ്യത്തിന് ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ അതിനകത്ത് എനിക്കൊരു കൂട്ടിച്ചേർക്കലുള്ളത്, അവസരം മുതലാക്കി ഒരു കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി ഗവർണർ അത് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഓരോ വീടുകളിലും സിദ്ധാർത്ഥൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു വലിയ സെൻറ്റിമെൻറ്റ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെയൊക്കെ കുട്ടികൾ പല ക്യാമ്പസുകളിലും പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെ വളരെ സഹതാപത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഗവർണർ ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ അത് പബ്ലിക് സെൻറ്റിമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അധികാരി എടുക്കുന്ന നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസരം മുതലാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഗവർണർ അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കാം. 18-ാം തീയതിയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. 19-ാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. ആ 19-ാം തീയതി വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 18 ക്ഷതങ്ങൾ, മുറിവുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ആ മുറിവുകളുടെയും ക്ഷതങ്ങളുടെയൊക്കെ പഴക്കം എന്ന് പറയുന്നത് 2 ദിവസം മുതൽ 3 ദിവസം വരെയാണ് എന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണത്. അവിടേക്ക് ഈ പറയുന്ന പോലീസ് എപ്പോഴാണ് എത്തിയത്? അവിടെ പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കണം, അവിടെ വന്ന് അധ്യാപകരുടെ മൊഴിയെടുക്കണം, അവിടുത്തെ വാർഡൻ്റെ മൊഴിയെടുക്കണം, ഡീനിൻ്റെ മൊഴിയെടുക്കണം, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെ വളരെ വേഗത്തിൽ പോലീസ് ആക്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോലീസ് ആക്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം.
ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വൈസ് ചാൻസലറിനെ സസ്പെൻഡ് ചെയ്തു ഗവർണർ എന്നുള്ളതാണ്. നോക്കൂ, ഈ വെറ്ററിനറി സർവകലാശാല എന്ന് പറയുന്നത് മുക്കിന് കോളേജുള്ളൊരു സർവകലാശാലയല്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 151ഓളം കോളേജുകളുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 350ഓളം കോളേജുണ്ട് 5 ജില്ലകളിലായിട്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ വൈസ് ചാൻസലർമാർക്ക് ഇപ്പോൾ ഓരോ കോളേജിലെയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ഈ കോളേജുകളുടെ ഒരു നമ്പർ കൂടുതലായിരിക്കുന്നുണ്ട്. പക്ഷേ വെറ്ററിനറി സർവകലാശാല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുക്കിന് കോളേജുള്ള ഒരു സർവകലാശാലയല്ല. എൻ്റെ മനസ്സിലാക്കലിൽ 8 ക്യാമ്പസുകളെ ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ശശീന്ദ്രൻ വൈസ് ചാൻസലർ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 8 ക്യാമ്പസുകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ ആ വൈസ് ചാൻസലർ അറിഞ്ഞിരിക്കണം, നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഡീനുമായി സംസാരിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം വാർഡനുമായി സംസാരിച്ചോ, അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചോ, അങ്ങോട്ടേക്ക് പോയോ, എന്തെങ്കിലും ഒരു നടപടി ഈ 13 ദിവസം കൊണ്ടുണ്ടായോ? അപ്പോൾ വൈസ് ചാൻസലറിനെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എന്നോട് വിസ്തീർണം ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അതിനകത്ത് ഒരു കേസുമായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് സ്മൃതി, ഇക്കാര്യത്തിനകത്ത് ഇദ്ദേഹം കേസുമായിട്ട് പോയാലും കാര്യമില്ല, കോടതി മറിച്ചൊരു നിലപാടെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതറിയോ, ഇത് വിശദീകരണം ചോദിക്കേണ്ട ഒരു കാര്യമല്ല. 13 ദിവസമായി കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം നടന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു നടപടിയും എടുക്കാതെ ഒരു റിപ്പോർട്ട് പോലും ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എടുക്കാവുന്നൊരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. അത് മനസാക്ഷിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നോക്കൂ, ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? 98 കുട്ടികളുടെ മൊഴിയെടുത്തിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹോസ്റ്റൽ റൂം നമ്പർ 21, കുന്നിൻ്റെ മുകള്, ഷട്ടിൽ കോർട്ട്, വാട്ടർ ടാങ്കിൻ്റെ താഴെ, ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്ന് മർദ്ദിക്കുകയാണ്. അപ്പം 3 ദിവസമായി ഈ കൊണ്ടു നടന്ന് മർദ്ദിക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ഒരു മുറിയിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ അത് ആർക്കും അറിയില്ല എന്ന് പറയാം. പക്ഷേ ഇത് പരസ്യമായി ആണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം എന്താ അറിയോ, കുട്ടികളെ, ഉറങ്ങിക്കിടന്ന കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ടും അടുപ്പിച്ചു. എന്നിട്ട് അവരൊക്കെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. ഇയാളെ നഗ്നനാക്കി ഇരുത്തി. ഈ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന മരണം സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വാർഡനും ഈ പറയുന്ന ഡീനുമൊക്കെ പോലീസിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട. ഈ ഡീനൊരു മഹാകഥാപാത്രമാണ് കേട്ടോ. കാരണം വെച്ചാൽ തൃശ്ശൂരിൽ കൊക്കാല മൃഗാശുപത്രിയിൽ ഇയാൾ ഡോക്ടറായിരുന്നു. ആ ഡോക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് അദ്ദേഹം ഇതുവരെ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മേലൊരു പരാതി ചിഞ്ചുറാണിക്ക് പോയി. മൃഗവകുപ്പ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇയാളോട് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒഴിഞ്ഞു കൊടുക്കാതെ ഈ ക്വാർട്ടേഴ്സും വെച്ച് അവിടെ ഡീനിൻ്റെ ക്വാർട്ടേഴ്സും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം. അപ്പം ഈ ഡീൻ അടക്കമുള്ള ആളുകൾ ഇന്നിപ്പം മനോരമ ഓൺലൈനിലൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ്. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു അധ്യാപകൻ പറഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ടറോട്, അവിടെ സ്ഥാനക്കയറ്റത്തിൻ്റെ സമയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അധ്യാപകരൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതിനെതിരായിട്ടൊരു ശബ്ദമുണ്ടാക്കിയാൽ തങ്ങളുടെ സാധ്യത പോകുമോ എന്ന് പല ആളുകളും സംശയിച്ചിരുന്നു എന്നാണ്. എന്നു മാത്രവുമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അവിടെ വിദ്യാർത്ഥികളും ഈ അധ്യാപകരും ഒക്കെ ചേർന്നിട്ടാണ് മദ്യപാനം, ഒരുമിച്ചിട്ടാണ്. 110 ഏക്കറുള്ളൊരു വലിയ ക്യാമ്പസാണത്. ആ ക്യാമ്പസിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ഹോസ്റ്റലുണ്ടല്ലോ, ഈ മെൻസ് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന ഡീനിൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മനുഷ്യനെ ഇതൊക്കെ അറിയാമായിരുന്നു. അതിനുശേഷം നടന്ന കാര്യം എന്താണ് നമ്മളെ ഞെട്ടിക്കുന്നത്? ഈ 18-ാം തീയതി ഈ മരണത്തിന് ശേഷമാണല്ലോ ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കാൻ യോഗം ചേരുന്നേ. ഒരു കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് എന്നിട്ട് ആ പരാതി ആദ്യം പോലീസ് അത് തെറ്റായിട്ടുള്ള പരാതിയാണെന്ന് കണ്ടെത്തുന്നു. അതൊരു അന്യഭാഷക്കാരിയുടെ പരാതിയാണെന്ന് കണ്ടെത്തുന്നു. പിന്നെ രണ്ടാമത് ആ പരാതി വീണ്ടും കൊടുപ്പിക്കുന്നു. എന്നിട്ട് അത് മരിച്ചയാളായതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ പറയുന്ന സംഭവങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനുള്ള വലിയൊരു ആസൂത്രണം അവിടെ നടക്കുന്നു. ഞാനിതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? പോലീസ് എന്തായിരുന്നു ചെയ്തത് ഈ കാര്യത്തിൽ? എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നിസ്സംഗതയുണ്ടായി? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം. നമ്മളിതൊക്കെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയതാണ്ട് 23-ാം തീയതി മുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തേക്കൊണ്ടിരുന്നത്. അതുവരെ ഇത് അകത്ത് തന്നെ സൂക്ഷ്മമായി സൂക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വിഷയം വന്നതിന് ശേഷം സ്റ്റേറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഭരണ സംവിധാനം റിയാക്ട് ചെയ്യാതിരിക്കുന്നു, പോലീസ് റിയാക്ട് ചെയ്യാതിരിക്കുന്നു, യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നു, എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യം ഒട്ടും തന്നെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വിസ്മയയുടെ കൊലപാതകം ഉണ്ടായല്ലോ, മരണമുണ്ടായല്ലോ, ഈ പറയുന്ന
സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് 2021 അന്ന് ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ആന്റണി രാജു ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അന്ന് പ്രഖ്യാപിച്ചത് എന്താ പറയുക, ഈ വിസ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അയാളെ സർവീസ് ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് പുറത്താക്കി സർവീസിൽ നിന്ന്. ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് സ്റ്റേറ്റ് നടത്തിയ ഒരു ഇടപെടലാണ്. എന്താണ്, കേരളം മുഴുവൻ ആ കുട്ടിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇങ്ങനൊരു കൊലപാതകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് വന്നിട്ട് പറയുന്നു, ദേ ഇയാളാണ് അതിൻ്റെ ആളെങ്കിൽ ഇയാളെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. അത്യപൂർവമായ ഒരു നടപടിയാണത്. അങ്ങനെയൊന്നും ആരെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ അതേപോലെ സ്റ്റേറ്റ് ഈ പറയുന്ന ഒരു വലിയ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നു, വലിയൊരു വിഷമം കേരളത്തിനുണ്ടായിരിക്കുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചിഞ്ചുറാണി ഇന്നലെയൊക്കെ എന്താ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ടുള്ള ആളായിട്ടാണ് എം കെ നാരായണനെ ചിത്രീകരിച്ചത്. ഇന്നാ പറഞ്ഞത് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ മൊഴിമുത്തുകളാണ് കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് വളരെ ശക്തമായിരിക്കുന്ന ഒരു കാര്യത്തോട് സ്റ്റേറ്റ് പ്രതികരിച്ച രീതിയിൽ അത് തെറ്റായൊരു രീതിയാണ്. ഒട്ടും തന്നെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ആയിരുന്നില്ല ഉണ്ടായത്. ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നേ. അവിടെ ഇപ്പോൾ GRL നെടുമങ്ങാട്ട് MLA ആണ്, VS ജോൺകുട്ടി തിരുവനന്തപുരത്തെ മന്ത്രിയുമാണ്. ഇവരവിടെ പോയി സ്വാഭാവികമായും സന്ദർശിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അവിടെ സംഭവിച്ചില്ല. അപ്പോൾ ഒരു ആക്ഷനും അക്കാര്യത്തിൽ ഉണ്ടായില്ല. ആ സമയത്ത് അതിൻ്റെ പരമാവധി സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഗവർണർ അത് ഉപയോഗിച്ചു. ഗവർണർ ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗവർണർ ആക്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ നിന്നാണ്. VCയെ സസ്പെൻഡ് ചെയ്യുന്നു, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തെ മൊത്തം മാറ്റിവെച്ചുകൊണ്ട് ഈ സാഹചര്യത്തെയാണ് വിലയിരുത്തുന്നത്. ഇത് അഭികാമ്യമായിരുന്നില്ല. ഈ കാര്യത്തിലൊരു പുനരാലോചന ഭരിക്കുന്ന പാർട്ടിക്കുണ്ടാവണം, ഭരണ നേതൃത്വത്തിനുണ്ടാകണം. തുടർന്നുള്ള എല്ലാ നടപടികളിലും അതിൻ്റെ സുതാര്യതയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പറയുന്ന നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിലാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ഭരണ നേതൃത്വം, സർക്കാർ, ഈ പറയുന്ന എല്ലാ ആളുകളും, അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതലായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. അപ്പോൾ ഗവർണർ ആഞ്ഞടിച്ചോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആഞ്ഞടിച്ചു എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ ആഞ്ഞടിച്ചില്ല എന്ന് MV നികേഷ് കുമാർ അല്ലേ? Meet the editors.